Good morning. ഓക്കെ, എത്ര പേരായിട്ടുണ്ട്? 42 പേരായിട്ടുണ്ട് അല്ലെ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തത്. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ? യെസ്. ഓക്കെ, ഇന്ന് മഴയുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇവിടെ രാവിലെ ഒരു നല്ലൊരു മഴയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടേ ഇപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഞാനും രാവിലെ കഴിച്ചു കേട്ടോ, ഫുഡ് കഴിച്ചിട്ടാ പോന്നെ. ഓക്കെ, മിന്നുകുട്ടി എനിക്ക് എന്നോട് ചോദിക്കും, നിങ്ങൾ കഴിച്ചോന്ന് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കും കഴിച്ചോ എന്നുള്ളത്. ഓക്കെ, കഴിച്ചു. ശമക്കുട്ടിയെ മെസ്സേജിട്ടുണ്ട്, ഫുഡ് കഴിച്ചു, മഴയായിരുന്നു എന്നൊക്കെ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ആർക്കാണ് അവിടെ ചൂട്? ആരാ ഇവിടെ മെസ്സേജ് ഇടുന്നുണ്ടല്ലോ ചൂടാണെന്നൊക്കെ. ഒരു മഴയുടെ ഒരു ഇതാ. ഓക്കെ, നമ്മളപ്പോ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റർവ്യൂ ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഷെയർ ചെയ്തിട്ടേക്കുന്നത് ഓക്കെ ആണോ? യെസ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ തന്നെയാണ് ഇവിടെ ഷെയർ ചെയ്ത്, ഇൻഡെക്സ് ആണല്ലേ ഷെയർ ചെയ്ത് എടുക്കുന്നത്? ഓക്കെ, ഞാൻ ഒന്നുകൊണ്ട് നോക്കട്ടെ കേട്ടോ. 4th മൊഡ്യൂളിന്റെ ഇൻഡെക്സ് ആണല്ലോ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നത്. ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ ഷെയർ ചെയ്തേക്കുന്നത്? യെസ്, ഓക്കെ ആണ്. ഓക്കെ ആണല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇന്റർവ്യൂന്റെ സെക്ഷനാണ് നമ്മൾ തുടങ്ങിയത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഇന്റർവ്യൂ. ഞാൻ ചോദിച്ചിരുന്നു മിക്ക കുട്ടികളോട് ഇന്റർവ്യൂവിനൊക്കെ ഒക്കെ പോയിട്ടുണ്ടോ, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞിട്ടാ നമ്മളൊരു ജോലിക്ക് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലേ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ഓക്കെ ആണോ, ആ ജോലിക്ക് ക്യാപ്പബിൾ ആണ് എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് ആ ജോബിലേക്ക് എന്ത് ചെയ്തത്, അവരെ സെലക്ട് ചെയ്തത്. അപ്പൊ സെലക്ഷന് നമ്മൾ മുന്നിൽ നടത്തുന്ന ഒരു കാര്യമാണ് ഏത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അതിന്റെ സപ്പോർട്ടായിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ ഈസ് എ ഫോർമൽ മീറ്റിംഗ് where one or more person questions or assess another person. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ ഫോർമൽ മീറ്റിംഗ്. ഫോർമൽ മീറ്റിംഗ് ആണ് where one or more persons question or assess another person. ഒന്നോ അതിലെ ആളുകളോ എന്ത് ചെയ്യുന്നു, വേറൊരു വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതായത് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു കുറച്ച് പേഴ്സൺസ്, അതായത് ഇന്റർവ്യൂ ബോർഡുകളായിരിക്കാം അല്ലെ, ഇന്റർവ്യൂ നടത്തുന്ന ഇന്റർവ്യൂ പാനൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡ് എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിക്കുക ചെയ്യുന്നത്. The most widely used selection tool is probably the interview. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഏത്, ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂള് തന്നെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and indicating and classifying all other information about the applicants. എന്താ പറഞ്ഞേക്കുന്നത്? It is a most complex selection technique. ഈ സെലക്ഷൻ ടെക്നിക്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഇന്റർവ്യൂവില് നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുക,
ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ, സങ്കീർണമായിട്ടുള്ള ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നു, അവിടെ മെഷർ ചെയ്യാണ് ചെയ്യുന്നത് റിലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവർക്ക് റിലവന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തൊക്കെയാണ് അത് മെഷർ ചെയ്യുന്നു. ഇന്റഗ്രേറ്റിംഗ് ആൻഡ് ക്ലാസിഫൈങ് ഓൾ അതർ information about the applicants. ആപ്ലിക്കൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വിവരങ്ങൾ അതിനെ സംയോജിപ്പിക്കുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്നു, അതിനെ വേർതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ വിവരങ്ങളും, കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിവരങ്ങളും, ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നു, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സംയോജിപ്പിക്കുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ടൂളാണ് ശരിക്കും സെലക്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവ്യൂവില് നമ്മൾ എന്താണ്, സെലക്ഷനിൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ടെക്നിക്കാണ്. Interview is defined as a selection technique which enables the employer to view the total individual and directly appraise him and his behavior. ഇനി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്താണ്? അപ്പൊ ആ ഇന്റർവ്യൂ എന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അവിടെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞില്ലേ ഈസ് എ ഫോർമൽ മീറ്റിംഗ് എന്നുള്ളത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി ഇതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക്. ഇതൊരു സെലക്ഷൻ ടെക്നിക് ആണ്. ഇത് എന്താ ചെയ്യുന്നത്? എനേബിൾ ദ എംപ്ലോയർ ടു വ്യൂ ദ ടോട്ടൽ ഇൻഡിവിജ്വൽ. ആ ഒരു കാൻഡിഡേറ്റ്സിനെ, ആപ്ലിക്കൻസിനെ കുറിച്ച് മൊത്തത്തിലുള്ള കാര്യങ്ങൾ വ്യൂ ചെയ്യാൻ, കാണാനായിട്ട് എംപ്ലോയറിന് ഈ ഇന്റർവ്യൂവിലൂടെ സാധ്യമാക്കും. Okay, and directly appraises him and his behavior. അവർക്കുടെ ബിഹേവിയർ, സ്വഭാവങ്ങൾ appraises എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക. അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെ അസസ് ചെയ്യുക, അതിനെ വിലയിരുത്താനും ഒരു എംപ്ലോയറിന് ഇന്റർവ്യൂയിലൂടെ കഴിയും. ഇന്റർവ്യൂ സഹായിക്കുന്നുണ്ട് എംപ്ലോയറിന്. ആ ഇന്റർവ്യൂയിലൂടെ എംപ്ലോയറിന് എന്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സെലക്ഷൻ ടെക്നിക്കില് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആ ഇന്റർവ്യൂവില് എംപ്ലോയറിന് എന്താ ആ കാൻഡിഡേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങള് അത് മനസ്സിലാക്കാനും അതുപോലെ അവരുടെ ബിഹേവിയർ ഒക്കെ എങ്ങനെയാണ് എന്ന് വിലയിരുത്താനും ഈ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ പറ്റും. ഓക്കെ, എംപ്ലോയറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിലൂടെ ചെയ്യാൻ പറ്റും. An interview attempt to secure a maximum amount of information from the candidates concerning his suitability for the job under consideration. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? attempt to secure a maximum information. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള, കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാക്സിമം ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്യാനായിട്ട്. അപ്പൊ അതായത് ഇന്റർവ്യൂ പ്രോസസ്സിൽ തന്നെ ആ കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ആപ്ലിക്കൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡേറ്റാസ് നമുക്ക് അവിടെ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്താണ്, അയാള് ആ ഒരു ജോലിക്ക് ആ ഒരു പരിഗണനയിലുള്ള ജോലിക്ക് അയാള് സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂയിലൂടെ പറ്റും. അപ്പൊ നമ്മളത് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച്, ഇപ്പൊ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇതൊക്കെ ചോദിച്ച് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ജോലിക്ക് അയാൾ സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇന്റർവ്യൂ നടത്തിയിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവര്. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇന്റർവ്യൂയിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് നോക്കി, സോഫ്റ്റ് ഇന്റർവ്യൂ. പലതരത്തിലുള്ള ഇന്റർവ്യൂകളാണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഏതൊക്കെയാണ് പല ടൈപ്പ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെയാണ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അറിയാം. അപ്പൊ ഇന്നെന്താ അറിയാം എങ്ങനത്തെ ഇന്റർവ്യൂ അത്? പാറ്റേൺഡ്, ഒരു പ്രത്യേക പാറ്റേണിലുള്ള
അല്ലെങ്കിൽ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്ട്രക്ചറിലുള്ള, അതായത് നല്ല കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ് അവിടെ. Such interview are also called standardized interview. Underline ചെയ്തിട്ടേ, patterned or structured interview are also called standardized interview എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, സ്റ്റാൻഡേർഡ് ഉള്ള ഇന്റർവ്യൂ ആണ്. സ്റ്റാൻഡേർഡ് ഉള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആണ്, എല്ലാം നല്ല അടക്കം ചിട്ടയുമായിട്ട് എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, അതാ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദേ ആർ പ്രീ പ്ലാൻഡ്, ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം, ആപ്ലിക്കൻസിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ളതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എവിടെ വെച്ച് നടത്തണം, എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അല്ലെങ്കിൽ ഇന്റർവ്യൂ എത്ര സമയം വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുക. അതാണ് പ്രീ പ്ലാൻഡ് ആണെന്ന്. To a high degree of accuracy and precision. അതുകൊണ്ട് എന്തുണ്ട്, അതിന് നല്ല കൃത്യതയുണ്ട്. ഇപ്പൊ 5 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് നമ്മൾ അത് നിർത്തണം. അത്രയും സമയം, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ആപ്ലിക്കൻസിനോട് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും തന്നെയുള്ളൂ. അതാണ്, അത് കറക്റ്റ് ആണ്, അത് കൃത്യതയുണ്ട്. ആക്യുറസി ആൻഡ് പെർസെപ്ഷൻ, സൂക്ഷ്മതയുണ്ട്. ഒരു നല്ലൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ധാരണ, നമുക്ക് നല്ല കൃത്യത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കൃത്യത ഉണ്ട്, അതിനൊരു നല്ലൊരു മൂല്യം ഉണ്ട്. അത് അതായത് നമ്മളെ തോന്നിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. അത് ആ ഇന്റർവ്യൂ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ നമ്മളെ സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ നല്ല ആക്യുറസി ആൻഡ് പെർസെപ്ഷൻ, അതായത് നമുക്ക് നല്ലൊരു എന്താണ് കൃത്യതയും നല്ലൊരു സൂക്ഷ്മതയും ഒക്കെ ഉണ്ട്. അല്ലാതെ തോന്നിയ രീതിയിലല്ല ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. പ്രീപ്ലാൻഡ് ടു ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പെർസെപ്ഷൻ. അതായത് ഇന്റർവ്യൂ പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെയാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. അപ്പൊ നമുക്കറിയാം കുറച്ചും കൂടി ഫ്രീ ആണ് കണ്ടോ. നോൺ ഡയറക്റ്റീവ് പ്രത്യേക ഡയറക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയില്ല, or directive free interviews ആണ്. It does not have a structure and is relatively not planned as to format. എങ്ങനെയാ നോൺ പ്ലാൻഡ് ആണ്, പ്ലാൻഡ് അല്ല, മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല, സ്ട്രക്ചേർഡ് ഇല്ല. അതായത് ഇന്റർവ്യൂർ വരുമ്പോ ഇന്റർവ്യൂറിന് മനസ്സിൽ തോന്നുന്നത് നമ്മൾ ചോദിക്കും, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ നേരെ റെഡിയാക്കും, അത് ഇത്ര സമയം ഒന്നുമില്ല. അത് ഓരോ ആപ്ലിക്കൻസിന് പല സമയത്തേക്കായിരിക്കും ഇന്റർവ്യൂവിന്റെ ആ ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് എങ്ങനെയാണ്, ഒരിക്കലും അതൊരു സ്ട്രക്ചേർഡ് അല്ല. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളേ. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ. ഇത് പ്രത്യേകം സ്ട്രക്ചേർഡ് അല്ല. അതുപോലെ നോൺ പ്ലാൻഡ് ആണ്, ആസൂത്രണം ചെയ്തതല്ല, മുൻകൂട്ടി ആസൂത്രണം ഒന്നും ചെയ്ത് വെച്ചേക്കുന്നതല്ല അത് അതിനകത്ത്. ഇൻ സച്ച് ആൻ ഇന്റർവ്യൂ ആപ്ലിക്കൻസ് ഈസ് ആസ്ക്ഡ് സം വെരി ജനറൽ ക്വസ്റ്റ്യൻസ്. കണ്ടോ, ഇവിടെ എന്താണ്, ഈ ഇന്റർവ്യൂവിന് ആപ്ലിക്കൻസിനോട് വളരെ സാധാരണമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആൻഡ് ഹി മേ റിപ്ലൈ ടു ദീസ് in any way he likes for a considerable length of time. കണ്ടോ, അവിടെ പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ അവർക്ക് അതിന്റെ ആൻസർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. കണ്ടോ, to reply to these in any way he likes, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇപ്പൊ ഒരു yes or no എന്നോ അത് അങ്ങനെയൊന്നുമല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അതായത് അതിന് കറക്റ്റ് ടൈം ലിമിറ്റ് ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. കൂടുതൽ സമയം അതുകൊണ്ട് തന്നെ എടുക്കുന്നു. കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം, അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കുറച്ചൊരു 10 ക്വസ്റ്റ്യൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ ചോദിക്കാം എല്ലാവരോടും. ആ 10 ക്വസ്റ്റ്യൻ ആ കറക്റ്റ് ടൈമിൽ അവിടെ തീരും. 10 മിനിറ്റ് അത്രേ ഉള്ളൂ ആ ഇന്റർവ്യൂവിന്. 10 ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓക്കെ, ഒരു ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചു, അത് തീരും. എന്നാലോ ഇവിടെ എങ്ങനെയാ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എത്ര ക്വസ്റ്റ്യൻ, ഇപ്പൊ എനിക്കിപ്പോ ശോശാമ്മക്കുട്ടിയോട് ഒരു 10 ചോദിക്കാൻ തോന്നിയാൽ അടുത്ത അനുശ്രീനോട് ചിലപ്പോ ഞാൻ 20 ചോദിക്കും. അത് അങ്ങനെ ഇതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയണേലും അവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നേ. അപ്പൊ
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാനേ പറ്റും. അവിടെ എസ് ഓർ നോന്നോ അത് ഷോർട്ട് ചെയ്ത് പറയേണ്ടതായിരിക്കില്ല ചിലപ്പോൾ. നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സമയവും കൂടുതലെടുക്കും. കൂടുതൽ സമയം എടുത്തേക്കാം. ഏതിനേക്കാളും സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഒക്കെതിനേക്കാളും കുറച്ചും കൂടി സമയം എടുക്കുക. പക്ഷെ കാൻഡിഡേറ്റ്സിനോട് ചോയ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിപ്ലൈ ഒക്കെ തരാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. ഓക്കെ ആണോ നോക്കട്ടോ. Does not have a structured, non-planned format. ആസൂത്രണം ചെയ്തതല്ല. അപ്പൊ അതിനകത്ത് ആപ്ലിക്കൻസിനോട് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ആൻസർ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ചും കൂടി ഫ്രീ അല്ലേ അത്. അപ്പൊ കുറച്ചും കൂടി സമയം എടുത്തേക്കാം. ഇനി മൂന്നാമത്തെയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. അതറിയാലോ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് എന്താണ്? ഡെപ്ത് DEPTH. ഡെപ്ത് എന്ന് പറഞ്ഞത് ആഴം. കുറച്ചും കൂടി ആഴത്തിലുള്ള ഇന്റർവ്യൂ ആണ്. കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഇന്റർവ്യൂ. ജസ്റ്റ് ജനറൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കുക അങ്ങനെയല്ല. കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഇന്റർവ്യൂ ഓർ ആക്ഷൻ ഇന്റർവ്യൂ. എന്തെന്ന് പറയാ? ഡെപ്ത് ഇന്റർവ്യൂ ഈസ് ഓൾസോ കോൾഡ് ആക്ഷൻ ഇന്റർവ്യൂ. പ്രവർത്തനാഭിമുഖം. ആക്ഷൻ ഇന്റർവ്യൂ ആണ്. കുറച്ചും കൂടി ആഴത്തിലുള്ളതാണ്. ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസ്. സെമി സ്ട്രക്ചേർഡ് ഭാഗികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. They typically subject discussed at such interviews consist of a candidate's home life, education, previous experience, aptitude, entertaining interest and hobbies. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ് എങ്ങനെയാ, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. പിന്നെ അഥവാ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. പിന്നെ അത് ആപ്റ്റിറ്റ്യൂഡ് അവർക്കുള്ള ഒരു അഭിരുചി. പിന്നെ അതുപോലെ തന്നെ എന്താണ് അവിടെ ചോദിക്കുന്നത്? എന്റർടൈനിങ് ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യ മേഖലകള്, ഹോബീസ്, ഇതൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഈ കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ വളരെ ഡീപ്പായിട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒന്നുമല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്നിവയെ കുറിച്ച് ഇവിടെ ആഴത്തില് മനസ്സിലാക്കാനാണ് ഇത് ഈ ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അഭിരുചി എന്നാണ് കേട്ടോ. അതായത് ഏതിലാണ് അവർക്ക് കൂടുതൽ ഒരു താല്പര്യമുള്ളത്, അഭിരുചിയുള്ളത്, എന്തിനോടാണ് കൂടുതൽ അഭിരുചിയുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഈ ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്കിൽസ്, അവരുടെ കഴിവുകൾ. എന്തിനോടെങ്കിലും പ്രത്യേക ഒരു താല്പര്യവും കഴിവുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. ചില സബ്ജക്റ്റിനോടാകാം, ചില ജോലികളോടാകാം, അല്ലെ? നമുക്കത് അറിഞ്ഞു കഴിയുമ്പോ അങ്ങനെയുള്ളത് കൂടുതൽ മനസ്സിലാക്കിയ ആ തരത്തിലുള്ള ജോലിയിലേക്ക് ആ കാൻഡിഡേറ്റ്സ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂടും, അല്ലെ? നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നമുക്ക് ജോലി തരികയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ല ലെവലിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. It is semi-structured in nature. Typical subject discussed at such interview consists of a candidate's home. Candidates home life, education, previous experience, aptitude, then interest, hobbies. ഇതേ കുറിച്ച് വളരെ ആഴത്തില് ഈ കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയുള്ള ഇന്റർവ്യൂ. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഇന്റർവ്യൂ. In this type of interview, group rather than individuals are interviewed. പേരിൽ നിന്ന് തന്നെ അറിയാം, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. അപ്പൊ ഒരാളെയാണ് അവിടെ നോക്കുന്നത് അല്ല, ഒരു ടീം വർക്ക് ആയിട്ട് ഒരു ഗ്രൂപ്പിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇൻഡിവിജ്വലിനെ അല്ല അവിടെ നോക്കുന്നത്, ഗ്രൂപ്പാണ്. അതായത് ഒരു ഗ്രൂപ്പായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ രീതി എങ്ങനെയാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതിയും അവരുടെ അതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. In this type of interview, group rather than individuals are interviewed. ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് ഗ്രൂപ്പായിട്ടാണ് അവിടെ ഇന്റർവ്യൂ നടത്തുന്നത്. ഗ്രൂപ്പ്
ഗ്രൂപ്പ് rather than individuals are interviewed. ഗ്രൂപ്പുകളെയാണ്. അപ്പൊ അവിടെ എന്താ, ഒരു ഗ്രൂപ്പ് ചർച്ചയിലൂടെ അവിടെ പരസ്പരം അവരുടെ ആശയങ്ങളൊക്കെ കൈമാറുന്നു, അവരുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ അവര് വിലയിരുത്തുകയും ചെയ്യും. ഇനി അടുത്തതാണ് ബോർഡ് ഇന്റർവ്യൂ. ഇതിനെയൊക്കെ നമ്മൾ പാനൽ ഇന്റർവ്യൂസ് ഓൾസോ നോൺ ആസ് അങ്ങനെ ചോദിക്കാം കേട്ടോ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ഒരു ബോർഡ് ഇന്റർവ്യൂ, ഒരു പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണെന്നുള്ളത്. ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അങ്ങനെ ചോദിക്കാം. ഒരു കാൻഡിഡേറ്റ്സിനെ ഒരുപാട് ആളുകള്, ഒരു 4-5 പേര് ഒരുമിച്ച് ഇന്റർവ്യൂ നടത്തുക ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബോർഡ്, ഒരു പാനൽ, ഇന്റർവ്യൂ പാനൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡ്, അവര് എന്ത് ചെയ്യുന്നു, ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ നടത്തുന്നു. In this type of interview, a candidate is interviewed by a number of interviewers. ഒരു കൂട്ടം ഇന്റർവ്യൂവേഴ്സ്. ചിലപ്പോ ഇന്റർവ്യൂ ബോർഡിൽ 5 പേരുണ്ടാവാം. ആ 5 പേര് ചേർന്നിട്ടായിരിക്കും ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ നടത്തുന്നത്. നിങ്ങൾ ചിലരൊക്കെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കൊരു പരിചയം ഉണ്ടാക്കാം. ഒരു കൂട്ടം ആളുകൾ ഇരുന്നുകൊണ്ട് ഒരാളുടെ നമ്മള് കാര്യങ്ങളെ വിലയിരുത്തുന്നതിനാണ്. ഓക്കെ, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ ഒന്ന് നോക്കണം കേട്ടോ. അടുത്തതാണ് സ്ട്രെസ് ഇന്റർവ്യൂ. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ സ്ട്രെസ് ആക്കും, അവർക്കൊരു എന്താ ഒരു സ്ട്രെസ് കൊടുക്കുക ചെയ്യുന്നത്. ഇൻ ദി സ്ട്രെസ് ഇന്റർവ്യൂ ദി ഇന്റർവ്യൂവർ undertake an unfriendly role towards the applicants. ഇവിടെ എങ്ങനെയാണെന്ന് അറിയോ, ഈ സ്ട്രെസ് ഇന്റർവ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അൺഫ്രണ്ട്ലി റോളാണ് ആപ്ലിക്കൻസിനോട് കാണിക്കുന്നത്. undertakes an unfriendly role towards the applicants. ആപ്ലിക്കൻസ് ഉണ്ട്, അവരോട് അൺഫ്രണ്ട്ലി ആയിട്ട്, അതായത് കുറച്ചും കൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പോലെ, വലിയ ഇതൊന്നും ഇല്ല, ഒരു ഫ്രണ്ട്ലി അല്ല, കുറച്ചുകൂടി അവർക്കൊരു സ്ട്രെസ് ആക്കുന്ന രീതിയിൽ, ഒരു കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള രീതിയിൽ കേട്ടോ. അൺഫ്രണ്ട്ലി റോൾ ടുവേഴ്സ് ദ ആപ്ലിക്കൻസ്. ഹി ഡെലിബറേറ്റ്ലി പുട്സ് ഹിം ടു ആൻ ഡിഫെൻസീവ് ബൈ trying to annoy, embarrass or frustrate him. ഇനി അവരെന്ത് ചെയ്യുന്നു, അവരെ എന്തെങ്കിലും അനോയി എന്ന് പറഞ്ഞാൽ എന്താ, ട്രെയിൻ ടു അനോയി, അവരെന്തെങ്കിലും ശല്യപ്പെടുത്താനോ, എംബറാസ് എന്ന് പറഞ്ഞാൽ അവരെ എന്തെങ്കിലും കളിപ്പിക്കുക, അല്ലെങ്കിൽ നാണം കെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെ അവർക്കൊരു ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള എന്തെങ്കിലും. ഓർ ഫ്രസ്ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, അവരെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ അതിനെ ഡിഫെൻസ് ചെയ്യും, അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാൻ വേണ്ടിയാണ്. അവര് ചിലപ്പോ എന്തെങ്കിലും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ, അവരെ ഫ്രസ്ട്രേറ്റ് ലജ്ജിപ്പിക്കുന്ന രീതിയിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴോ, this is done in order to find out how many candidates believe in stress situation. ഇതിനു വേണ്ടിയാണ് അറിയോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ സ്ട്രെസ് ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് പെരുമാറുന്നത്, കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, എപ്പോഴാ ഇൻ എ സ്ട്രെസ് സിറ്റുവേഷൻ, സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ എങ്ങനെ കാൻഡിഡേറ്റ്സ് പെരുമാറുന്നത്, അത് എന്ത് ചെയ്യാനാണ്, അതെങ്ങനെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാ. വെദർ ഹി ലോസ് ഹിസ് ടെമ്പർ, ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ഓർ ഫ്രൈറ്റൻഡ്. ഇനി ചിലപ്പോ അവർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചില കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കും, അവർക്ക് ടെമ്പർ, ദേഷ്യം വരാം, അല്ലെ, ദേഷ്യം വരാം, അല്ലെങ്കിൽ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്, ചിലപ്പോ അവർക്ക് എന്താ കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ഓർ ഫ്രൈറ്റൻഡ്, അവരെ ഭയപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ള പലരും അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോ പല രീതിയിലായിരിക്കില്ലേ. ഇപ്പൊ നമ്മള് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എന്തെങ്കിലും ഇതുപോലെയുള്ള സ്ട്രെസ് എല്ലാ ജോലിക്കും ഉണ്ടാവുമല്ലോ, അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ, അല്ലെ, അത്ര സിമ്പിൾ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സാഹചര്യം, അപ്പൊ കമ്പനിക്ക് അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സാഹചര്യം വന്നാൽ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ പെരുമാറും, അതാ. ചിലര് എന്താ പേടിച്ചിരിക്കും, ചിലര് കരഞ്ഞിരിക്കും, ചിലര് അവര് ധൈര്യത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യും,
അല്ലെ? പല രീതിയിലായിരിക്കും അവർക്കുടെ ഒരു അതിനോടുള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിനോട് അവര് പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലെ? ചിലർക്ക് ദേഷ്യം വരാം, ചിലപ്പോ ഒച്ചയെടുക്കാം അല്ലെ, കൺഫ്യൂഷൻ ഉണ്ടാക്കാം, അവരെ പേടിപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിലായിരിക്കും കാൻഡിഡേറ്റ്സ് അവിടെ എന്ത് ചെയ്യുന്നത്, അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ? അപ്പൊ നമുക്കത് ഇങ്ങനെയുള്ള കമ്പനിയിൽ ഇങ്ങനെയുള്ള സ്ട്രെസ് സിറ്റുവേഷൻ വരുമ്പോൾ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റൂലേ കമ്പനിക്ക് ഈ ഇന്റർവ്യൂയിലൂടെ. അപ്പൊ ആ കുട്ടി നല്ല ധൈര്യമായിട്ട് നിന്ന് ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് വിശ്വസിക്കാം അല്ലെ? കമ്പനിക്ക് പറയാം കമ്പനിയുടെ ഇങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും എന്താണ് അവിടെ മനസ്സ് തളർന്നു പോകാതെ നല്ല സ്ട്രെങ്ത് ആയി നിന്നുകൊണ്ട് അതിന് അതിജീവിച്ചു. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? ഇനി ചിലപ്പോ സങ്കടപ്പെട്ടിരിക്കാം, ചിലര് കരഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്. ആ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഒന്ന് വായിച്ചു നോക്കട്ടോ. അനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശല്യപ്പെടുത്തുക. എംബറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലജ്ജിപ്പിക്കുക, ഒരു നാണം കെടുത്തുന്ന രീതിയില്, കളിയാക്കുന്ന രീതിയില്. ഫ്രസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുത്തുക, അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സംഭവം ആ ഒരു സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ അവരെങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു അത് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണ് അല്ലെ? അതായത് പെട്ടെന്നൊന്ന് നോക്കിയേ, പെട്ടെന്നൊന്ന് കണ്ണടിച്ച് നോക്കിയേ. പാറ്റേർഡ് സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തയ്യാറാക്കി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണത്, പ്രീ പ്ലാൻഡ് ആണ്. ഇനി നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് സ്ട്രക്ചേർഡ് ആൻഡ് നോൺ പ്ലാൻഡ്. മുൻകൂട്ടി തയ്യാറാക്കിയതൊന്നുമില്ല. അവിടെ ജനറൽ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. ആ കാൻഡിഡേറ്റ്സിന് ഏത് രീതിയിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആൻസർ പറയാം. പിന്നെ അതുപോലെ അതിന് കുറെ സമയവും എടുക്കും. പിന്നെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ഇതിനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാൻഡിഡേറ്റ്സിന്റെ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഡെപ്ത് ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു ഇൻഡിവിജ്വലിനല്ല നോക്കണേ, ഒരു ഗ്രൂപ്പിനെയാണ് അവിടെ നോക്കുന്നത്. അടുത്ത പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ്സിനെ ഒരു പാനൽ ഇന്റർവ്യൂ, ബോർഡ് ഇന്റർവ്യൂ പാനൽ 4, 5, 6 പേരുകളൊക്കെ കൂടി എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂ ചെയ്യും. പിന്നെ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്ട്രെസ് സിറ്റുവേഷനിലാക്കും. അപ്പൊ അതിന് എങ്ങനെ അവര് പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രൊമോഷൻ. നെക്സ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ, ഹെഡിങ് ആണ് പ്രൊമോഷൻ. ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പ്രൊമോഷൻ എന്ന്. മിക്ക ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ എനിക്ക് പ്രൊമോഷൻ ആയിട്ടോ, അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ചോദിക്കും ചെലവില്ലേന്ന് അല്ലെ? ചെലവില്ലെന്ന് ചോദിക്കില്ലേ? ചെലവ് ചെയ്യണല്ലേന്ന് ചോദിക്കും. എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞപ്പോ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞ എന്താ? നമ്മൾ കുറച്ചും കൂടി ആ ലെവല് നമ്മുടെ ലെവല് കൂടി, അതായത് നമ്മൾ നെക്സ്റ്റ് ആ അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ കയറുകയാണ് അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി ഉയർച്ചയാണ് ഏത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് വിച്ച് പേസ് more money or one that carries some preferred status. Right? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ്. എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? വിച്ച് പേ മോർ മണി. ഇപ്പൊ പ്രൊമോഷൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള്
എന്താ പറയാ ഓരോ പോസ്റ്റുകളാണെങ്കിലും നമുക്ക് ആദ്യം ക്ലർക്കായിരുന്നു, ഇപ്പൊ ക്ലർക്കിന്ന് കുറച്ചുകൂടി ഒരു എഞ്ചിനീയർ ആ ഒരു പോസ്റ്റിലേക്ക് പെട്ടെന്ന് സ്ഥാനം കയറ്റി കിട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇപ്പൊ പിയൂൺ ആയിരുന്നത് നെക്സ്റ്റ് ക്ലർക്കിലേക്ക് കയറുകയാണ് അല്ലെ. അത് അവരുടെ എക്സ്പീരിയൻസും ഇതൊക്കെ അനുസരിച്ച് കമ്പനി പ്രൊമോഷൻസ് കൊടുക്കാറില്ലേ ഓരോ പോസ്റ്റ്. ഇപ്പൊ നമ്മുടെ പോലീസിൽ ആദ്യം കയറുമ്പോ ആരാ അവിടെ കോൺസ്റ്റബിൾ ആയിട്ടാ കയറുന്നേ അല്ലെ, കോൺസ്റ്റബിൾ ആണ് ആദ്യം. പിന്നെ അങ്ങനെ അവർക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ അടുത്ത ഇതിലേക്ക് പ്രൊമോഷൻ ആയി അല്ലെ, SI ആയി. പിന്നെ അങ്ങനെ അവര് അങ്ങനെ സ്ഥാനക്കയറ്റം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ KCB-യിലൊക്കെ ആണെങ്കിൽ ആദ്യം കയറുമ്പോ ലൈൻമാൻ ആയിരിക്കും നമ്മൾ അല്ലെ, ലൈൻമാൻ ആ ചെറിയ പോസ്റ്റ് ലോവർ ലെവലിലാണ്. എന്നിട്ട് പിന്നെ ഓരോന്നും കയറി സബ് എഞ്ചിനീയർ അങ്ങനെ എഞ്ചിനീയർ അങ്ങനെ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ കൂടി വരിക. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പൈസയും കൂടുതലല്ലേ. ഇപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഇപ്പൊ ഒരു എന്താണ് നമുക്കൊരു പിയൂൺ അവിടെ കിട്ടുന്നത് ഇതാണോ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരുമ്പോ സാലറിയിൽ അവിടെ ഇൻക്രിമെന്റ് വരൂലേ. അതാണ് കുറച്ചും കൂടി സാലറി അവർക്ക് കിട്ടും. ഓർ വൺ ദാറ്റ് ക്യാരി സം പ്രിഫേർഡ് സ്റ്റാറ്റസ്. പിന്നെ സ്റ്റാറ്റസും എന്താണ് കുറച്ചും കൂടി ഉയർന്ന ഇതിലേക്ക് മാറും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ലോവർ ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ അതിലേക്ക് മാറുകയാണ്. The normal policy is to take merit into consideration, sometimes the level of service. ഇത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്? എങ്ങനെയാ നമ്മളത് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? ലെങ്ത് ഓഫ് ദ സർവീസ്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രൊമോഷനുള്ള ഓപ്ഷൻസ് എങ്ങനെയാ ലെങ്ത് ഓഫ് ദ സർവീസിന്റെ ലെങ്ത്. അതായത് സർവീസ് കൂടുന്തോറും നമുക്ക് അടുത്ത് ഇപ്പൊ ഒരു 5 വർഷമായി കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക്, പിന്നെ ഒരു 10 വർഷമാകുമ്പോ അടുത്ത പോസ്റ്റിലേക്ക്. സംടൈംസ് അപ്പൊ പ്രൊമോഷനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? സംടൈംസ് ദ ലെങ്ത് ഓഫ് ദ സർവീസ്, ആ സർവീസിന്റെ ലെങ്ത്. എഡ്യൂക്കേഷൻ നോക്കും, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, then previous work history നോക്കും, etc. are the factors which are given weight while deciding on the promotion. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് ചെല്ലുമ്പോ അവിടെ വേറെ ജോലി, ഇപ്പൊ നമ്മൾ ഏറ്റവും ലോവർ ലെവലിലാണ് നിന്നത്. അപ്പൊ പെട്ടെന്ന് അവിടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാരെങ്കിലും എന്താ പറയാ ജസ്റ്റ് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡെത്ത് ആവോ അങ്ങനെ ചെയ്ത ഒരു വേക്കൻസി വരുമ്പോ കമ്പനി എന്ത് ചെയ്യുമെന്ന് അറിയോ? അവിടെ കമ്പനിക്ക് എല്ലാവർക്കും ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, നമ്മുടെ ബയോഡേറ്റ അവിടെ കിടക്കല്ലേ. അത് നോക്കുമ്പോ നമ്മൾ ആ ജോലിക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ നേരെ ഇട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പ്രൊമോഷൻ തരും അല്ലെ. അപ്പൊ ക്വാളിഫിക്കേഷനും അത് ഉണ്ട്. എന്തൊക്കെയാണ് അപ്പൊ പ്രൊമോഷന് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ സർവീസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി. ഇതെല്ലാം നമ്മുടെ ഈ പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? 2 സെന്റൻസും അവിടെ നോട്ട് ചെയ്തോളൂ കേട്ടോ. പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി. ആ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, അത് കൂടുതൽ പൈസയാണ് നമുക്ക്. ഇപ്പൊ ഉള്ള ഇതിൽ നിന്നും കുറച്ചും കൂടി. ഇപ്പൊ സാധാ ഒരു ടീച്ചർ ആയിരുന്നു, ആ ടീച്ചറിന് ഇത്ര വർഷം സർവീസ് കഴിയുമ്പോ അവിടെ HM ആയിട്ട് പ്രൊമോഷൻ കിട്ടൂലേ. അപ്പൊ ടീച്ചറിന്റെ സാലറി ആയിരിക്കും അവിടെ HM-ന് കിട്ടുന്നത്. പേ മോർ മണി, കുറച്ചും കൂടി പൈസ കൂടുതലല്ലേ, സ്റ്റാറ്റസ് കൂടുതലല്ലേ, ഓർക്കടേ അല്ലേ? ഓക്കെ. പ്രൊമോഷൻ രണ്ടും അണ്ടർലൈൻ ചെയ്യുക. ഇനി അടുത്തതാണ് ഡിമോഷൻ. ഇത് കേട്ടിട്ടുണ്ടോ? ഡിമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആട്ടോ. ഡിമോഷൻ എന്താണ്? സ്ഥാനയിറക്കം. ഡിമോഷൻ തരം താഴ്ത്തുന്നു, ജോലിയിൽ താഴ്ത്തുകയാണ്. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്. അണ്ടർലൈൻ ചെയ്തോ? ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്. ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്. അവരുടെ സ്റ്റാറ്റസ് കുറയ്ക്കാം, പദവി കുറയ്ക്കാം. സാലറി കുറവ് വരിക, റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി, ഇതെല്ലാം താഴേക്ക് വരിക, കുറവ് വരിക ചെയ്യുന്നത് ഡിമോഷൻ എന്ന് പറഞ്ഞ.
സ്ഥാന ഇറക്കം. ഇനി എന്തെങ്കിലും കമ്പനിയിൽ ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ, വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ഇതാവുന്ന ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കമ്പനിക്ക് മോശമാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? നേരെ ഒരു പണിഷ്മെന്റ് അങ്ങ് അടിച്ചു തരും അല്ലേ? നമ്മളെ സ്ഥാനം ആ പൊസിഷനിന് വേണ്ടി താഴെ പൊസിഷനിലേക്ക് എടുത്തിടാം കമ്പനി അല്ലേ? ഡിമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം ഇറക്കുന്നതാണ്. അതൊരു പണിഷ്മെന്റ് പോലെ കൊടുക്കുന്നതാണ് കേട്ടോ. ഡിമോഷൻ എന്ത് ചെയ്യുന്നു? ലോവർ ഡൗൺ സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി. അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Dash means the lowering down of status, salary, responsibility. ഇതെല്ലാം തരം താഴ്ത്തുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഡിമോഷൻ serves a useful purpose in the sense that they keep the employee vigilant and alert to the responsibilities and duties. എന്തിനാ ഇങ്ങനെ കമ്പനി ഡിമോഷൻ കൊടുക്കണം? എന്തിനു വേണ്ടിയിട്ടാ? To keep the employee vigilant. എംപ്ലോയി എപ്പോഴും ഒരു വിജിലന്റ് ആയിട്ടിരിക്കാൻ, പിന്നെ അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് ഇതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണത്. അവരുടെ കടമകള് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്തങ്ങള്, കടമകള് ഇതൊക്കെ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശം നിറവേറ്റുന്നു. എന്താ? വിജിലന്റ് ആയിട്ടിരിക്കണ്ടേ? എന്തെങ്കിലും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴോ നമ്മുടെ പൊസിഷനിൽ ഇരുന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? നേരെ നമ്മളെ താഴേക്ക് ആക്കും അല്ലേ? അപ്പൊ അവരുടെ പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ എപ്പോഴും അവർക്ക് എന്താണ് കടമകള് ഇതൊക്കെ അവരെപ്പോഴും കീപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഡിമോഷൻ കൊടുക്കുന്നത്. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് താഴേക്കാവാൻ? താഴേക്കാവാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ? നമ്മളൊരു ഹയർ പൊസിഷനിൽ ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പണിഷ്മെന്റ് ഒക്കെ മേടിക്കാതെ നമ്മൾ നോക്കും അല്ലെ? ആ പൊസിഷനിൽ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇനിയിപ്പോ കമ്പനി നോക്കുമ്പോ പകുതി കാര്യങ്ങൾ ചെയ്യണല്ലോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണല്ലോ, അപ്പൊ അയാൾക്ക് ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണമെങ്കിൽ താഴെ പൊസിഷനിലേക്ക് ഇടാം. ഇനി നാളെ മുതൽ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പൊ അവർക്ക് എപ്പോഴും എന്താ? ഒരു വിജിലന്റ് ആയിട്ട് ഇരിക്കാം. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? എനിക്ക് താഴേക്ക് പോകേണ്ട വരും എന്നൊരു ജാഗ്രത അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അവിടെ. ഇനി മൂന്നാമത്തെയാണ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ആയെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടോ, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എന്താ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ ഇവിടെ ആയിരുന്നു, ഇന്ന സ്ഥലത്തായിരുന്നു, ഇപ്പൊ ആലുവയിലായിരുന്നു, ആലുവയിൽ നിന്ന് നെക്സ്റ്റ് അടുത്ത പെരുമ്പാവൂർക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഏതെങ്കിലും സ്ഥലമാണെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഇവിടെ ആലുവയിൽ നിന്ന് ചിലപ്പോ എറണാകുളത്തിന് ട്രാൻസ്ഫർ ആയി എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം അല്ലെ? സ്ഥലം മാറ്റം അവര്. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ശരിയാണ്. അതായത് വേറൊരു സ്ഥലത്തിലേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്നത്, അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. അതായത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്നത്. ഈസ് എ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് സെക്ഷൻ. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, അതായത് ഉണ്ടല്ലോ അവരുടെ ആ ജോലിയും കാര്യങ്ങളും ഒന്നും മാറില്ല, സാലറി ഒന്നും മാറൂല, അതൊക്കെ സെയിം. ഇവിടെ ഇപ്പൊ 20,000 രൂപ കിട്ടണമെങ്കിൽ അവിടെ 20,000 രൂപ കിട്ടുള്ളൂ, അതിനൊന്നും മാറ്റമില്ല, ജോലിയിലും മാറ്റമില്ല. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് മാത്രം. പല ജോലികൾക്കും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആവൂല്ലേ? നമ്മള് ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊക്കെ ആണെങ്കിലും എന്തോരോ സ്ഥലങ്ങളിലേക്കൊക്കെ ആണല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവും. ഓൾറെഡി സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ ടു അനദർ അറ്റ് ദ സെയിം ഓർ അനദർ പ്ലേസ്. കണ്ടോ, ഒന്നിനും സെയിം ഇതാകാം, അല്ലെങ്കിൽ അനദർ പ്ലേസിലേക്ക് മാറ്റുക. അപ്പൊ നോക്കിയേ അവിടെ എന്താ പ്രത്യേകത? വേർ ഹിസ് സാലറി, സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ദ സെയിം. അതാണ് ആ ഡിഫറൻസ്. പ്രൊമോഷനും ട്രാൻസ്ഫറും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൊമോഷൻ എന്താ? സാലറി കൂടും, സ്റ്റാറ്റസ് കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും. അവിടെ സാലറി കൂടും, അവരുടെ സ്റ്റാറ്റസ് കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും. എന്നാൽ ട്രാൻസ്ഫറിലോ ഇതെന്തെങ്കിലും മാറ്റം വരുമോ? എന്തെങ്കിലും മാറ്റം വരുന്നോ? സാലറിയും സെയിം. ഇവിടെ എത്ര കിട്ടി ആ സാലറി തന്നെ അവിടെ. സാലറി സെയിം, അവരുടെ സ്റ്റാറ്റസ് സെയിം, റെസ്പോൺസിബിലിറ്റി സെയിം. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. It generally does not consist a promotion, demotion, or change in job status other than movement from one job or place to another. Transfer. ഇത് നമ്മൾ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലേ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ സാധാരണ പ്രൊമോഷൻ, ഡിമോഷൻ ഇതിലൊന്നും നമുക്ക് ജോലി സ്റ്റാറ്റസ് എന്നിവയിലൊന്നും നമുക്ക് അവിടെ ആ ട്രാൻസ്ഫറിന്റെ ഇതിൽ വലിയ ഇത് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇറ്റ് ജനറലി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ്, ഇതിലൊന്നും ഉൾപ്പെടുന്നല്ല എന്നാണ് ട്രാൻസ്ഫറിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. ഇനി എന്തിനു വേണ്ടിയാ? കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് இந்த ട്രാൻസ്ഫർ കൊടുക്കുന്നത്. Transfers are generally affected to build up more satisfactory work team. കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു 5 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആവും അല്ലേ? അപ്പൊ അന്നത്തെ ആ ശുഷ്കാന്തിയും ചെടിയെടുപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. കുറെ വർഷം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളൊക്കെ നീട്ടുമ്പോ ചിലപ്പോൾ ചെറിയ ഉഴപ്പും കാര്യങ്ങളൊക്കെ ഇടയിൽ വരാം അല്ലെ ജോലിക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ഫർ അടിച്ച് വേറെ സ്ഥലത്തേക്ക് തരികയാണെങ്കിൽ നമ്മളവിടെ ഫ്രഷേഴ്സാ. അപ്പൊ അവിടെ ചെയ്യുമ്പോ കുറച്ചുകൂടി നമുക്ക് എന്താണ് അതാണ് കുറച്ചും കൂടി നല്ലൊരു ടീമിനെ ഇതാക്കാൻ വേണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി അവിടെ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അത് ഓക്കെ അല്ലേ? പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ 3. ഇനി അടുത്തതാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സെപ്പറേഷൻ മീൻസ് ദ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെർമിനേറ്റ് ചെയ്യുക, അവസാനിപ്പിക്കുക. ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. പല കാരണങ്ങൾ മൂലം, പലതാവാം. റീസൺ ഒന്നും അവിടെ ഇതില്ല. പല കാരണങ്ങൾ മൂലം ഒരു ഓർഗനൈസേഷനിലെ എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ സർവീസിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കാൻ നിർത്തുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തിട്ടില്ല. സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ എഗ്രിമെന്റ്. നമ്മൾ സർവീസ് ആ ജോലി നമ്മൾ അത് ടെർമിനേറ്റ് ചെയ്യുക, അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫോർ സം റീസൺ, പല കാരണങ്ങൾ കൊണ്ടാകാം. ദ എംപ്ലോയി മേ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പേറോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിക്കോസ് ഓഫ്. പേറോൾ എന്ന് പറഞ്ഞാൽ ശമ്പള പട്ടിക. അതായത് എംപ്ലോയി ഓർഗനൈസേഷനിലെ ആ പേറോൾ ശമ്പള പട്ടികയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആവാം, ജോലിയിൽ നിന്ന് മാറാം. അതെന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള സെപ്പറേഷൻസ് പറയുന്നത്. ആ ജോലി നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് അല്ലെ, ജോലിയെ അവസാനിപ്പിക്കുകയാണ്, ടെർമിനേറ്റ് ചെയ്യുക, അവസാനിപ്പിക്കുന്നതാണ്. പല കാരണങ്ങളായുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ സർവീസ്, ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ റെസിഗ്നേഷൻ. റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസിഗ്നേഷൻ എന്താ? നമ്മൾ വേണ്ടാന്ന് വെക്കുക ജോലി. Resignation may be put in voluntary. Voluntary എന്ന് പറഞ്ഞാൽ സ്വമേധയുള്ളതാ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാ. By the employee on an account of health, physical disability, better opportunity elsewhere, reasons for marriage, etc. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ഹെൽത്ത് ആവാം, ചിലപ്പോ ആരോഗ്യസ്ഥിതി പറ്റണ്ടാവില്ല. നമ്മുടെ ജോലിക്ക് കയറി കുറച്ച് ദിവസം ജോലിക്ക് പോയി കഴിയുമ്പോൾ ഹെൽത്ത് ഓക്കെ അല്ല. ചിലപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി കാരണം, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി കയറി കഴിഞ്ഞപ്പോ വേറെ ജോലി ഓഫർ വന്നു, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ ഈ ജോലി വേണ്ടാന്ന് വെക്കാം നമുക്ക്. പിന്നെ സം റീസൺസ് ഫോർ മാരേജ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നതിന് കല്യാണത്തിന് മുന്നിലാണ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. മാരേജ് ആയി കഴിയുമ്പോൾ ഒത്തിരി ദൂരേക്കാണ്, വേറൊരു സ്റ്റേറ്റിലേക്ക് തന്നെയാണ് മാരേജ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് എന്താ നമ്മൾ വേണ്ടാന്ന് വെക്കുക സ്വയം. അതാണ് റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, റെസിഗ്നേഷൻ. ആരെങ്കിലും ജോലിയിൽ ഇരിക്കെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. റീനുവിന് എന്ത് പറ്റി?
ജിനു, ഹേമ, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എന്താ ഇത് പ്രത്യേകിച്ച് എന്ത് കാരണം കൊണ്ടാണ് ജോലി വേണ്ടാന്ന് വെച്ചാൽ ശ്രുതി, അയ്യോ എന്തൊരു കീർത്തന, ധ്യാൻ, എന്തോരം പേര് റെസിഗ്നേഷൻ കൊടുത്തേ. എന്താ ആരെങ്കിലും ഒരു റീസൺ ഉണ്ടോ? നമുക്ക് ഈ പറഞ്ഞ റീസണുള്ള ഏതെങ്കിലും ആണോ നോക്കാം. ആഫ്റ്റർ ഡെലിവറി, ഓക്കെ റീനു ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാരേജ് ആൻഡ് ഡെലിവറി. മാരേജ് മിക്ക ആളുകളുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാരേജ്. ചിലപ്പോ മാരേജ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരാം. ഓക്കെ 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 അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നത്. ശോശാമ്മക്കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂ ഓക്കെ ആയി. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പോകണ്ടോ ശോശാമ്മക്കുട്ടി? സ്റ്റഡി ഹയർ സ്റ്റഡീസിന് വേണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഓക്കെ ആയല്ലേ? ഇപ്പൊ ഹെൽത്ത് ഓക്കെ ആയി എന്നാ പറഞ്ഞേക്കണേ. ഓക്കെ ഞാനും റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒപ്പത്തിൽ ഉള്ള ഒരാളും കൂടിയാണ് ഞാൻ. ഞാൻ സ്കൂളിൽ കുറച്ച് നാളല്ല, ഒരു 5 വർഷത്തോളം സ്കൂളിൽ ഉണ്ടായിരുന്നു. സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ അങ്ങ് പോകുന്നുള്ളൂ. CBSE സ്കൂളായിരുന്നു, സാലറി ഒക്കെ ഇത്തിരി കുറവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ഒരു ഓഫർ വന്നപ്പോ ഞാനായിട്ട് അവിടെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പോകുന്നതാണ് സ്കൂളിൽ നിന്ന് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പൊ എന്താ നമ്മൾ അവിടെ എന്താ ചെയ്തേ? നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഫിസിക്കൽ ഡിസബിലിറ്റി ആവാം, അല്ലെങ്കിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ മാരേജ്. മിക്ക ആളുകൾ മാരേജ് ഡെലിവറി ആ റീസൺ ഇട്ടേക്കണേ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്വമേധയാ ജോലി വേണ്ടാന്ന് വെക്കുകയാണ്. ജോലിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോന്നു. റെസിഗ്നേഷൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? രണ്ടാമത് നോക്കിയേ, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, ഡിസ്മിസ് ചെയ്യുന്നവരായിട്ടുള്ള പിരിച്ചുവിടും, കമ്പനി വിടുക. ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക നമ്മളെ. നോക്കിയേ, ഡിസ്മിസ് ചെയ്യുക. എ ഡിസ്ചാർജ് ഇൻവോൾവ് പെർമനന്റ് ടെർമിനേഷൻ. അണ്ടർലൈൻ ചെയ്തേ, ചോദിക്കാറുണ്ട് കേട്ടോ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞ എന്താ? പെർമനന്റ് ടെർമിനേഷൻ, സ്ഥിരമായിട്ട് ജോലി അവസാനിപ്പിക്കാം. ഓഫ് ആൻ എംപ്ലോയി ഫ്രം എ പേറോൾ. ആ എംപ്ലോയിനെ പേറോളിൽ നിന്ന് ആ കമ്പനിയുടെ ശമ്പള പട്ടികയിൽ നിന്ന്, ആ ലിസ്റ്റിൽ നിന്ന് വിടുക. ബിക്കോസ് ഓഫ് വയലേഷൻ. എന്ത് കാരണം? വയലേഷൻ, എന്തെങ്കിലും അക്രമോ ഓഫ് റൂൾസ്, എന്തെങ്കിലും നിയമങ്ങൾ എന്തെങ്കിലും ലംഘിച്ചത് കൊണ്ടോ. എന്താണ്? നിർബന്ധിതമായിട്ട് റെസിഗ്നേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്ത് പറ്റി? ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമായിട്ടാ? ബൈജൂസ് ലേണിംഗ് ആപ്പ് ആണോ മോള് പറയുന്നേ? ഓക്കെ, ബൈജൂസ് ലേണിംഗ് ആപ്പിൽ അത് കൂട്ടിയപ്പോ എന്താണ് അവിടെ നിന്ന് നിർബന്ധിതമായിട്ട് റെസിഗ്നേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഓക്കെ. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ പറഞ്ഞത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പെർമനന്റ് ടെർമിനേഷൻ ആണ്. ആ കമ്പനിയുടെ ആ പേറോളിൽ നിന്ന് എംപ്ലോയിനെ നിർബന്ധിച്ച്, അതായത് നിർബന്ധിച്ചെന്നല്ല, അതായത് ആ കമ്പനിയുടെ പേറോളിൽ നിന്ന് കമ്പനി ആയിട്ട് അവര് വിടുക ചെയ്യുന്നത്. എന്തുകൊണ്ട്? വയലേഷൻ ഓഫ് റൂൾസ്, അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഫോർ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് ശരിയല്ല. പെർഫോമൻസ് കുട്ടി ജോലി ഇപ്പൊ 10 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ശരിയാവണ്ട, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുന്ന് ഡിസ്മിസ് ചെയ്യും. അവരവിടെ നിർത്തുവോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് കാരണം ഒക്കെ എന്ത് ചെയ്യുന്നു? ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെയാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. ഡിസ്മിസ് ചെയ്തു കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മളെ പല ക്രൈംസും കാര്യങ്ങളൊക്കെ വരുമ്പോ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അവിടെ ഡിസ്മിസ്, അവരെ വിടുകയാണ്. ഓക്കെ, അത്രയും കുറ്റകൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോ ജോലി ഓൾറെഡി ഡിസ്മിസ് ചെയ്യും. പിന്നെ അടുത്തത് എന്താണ്? സസ്പെൻഷൻ. അതും കേട്ടിട്ടുണ്ടല്ലോ. ഒരു പണിഷ്മെന്റ് ആയിട്ട് സസ്പെൻഷൻ അടിച്ചു കൊടുക്കും. 6 മാസത്തേക്കോ 9 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ലെ? സസ്പെൻഷൻ കൊടുക്കും.
സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ടല്ല. ഓക്കെ, സസ്പെൻഷൻ refers to HR related action, human related action in which the employee is terminated from the work for a specific period of time. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഒരു പ്രത്യേക ടൈം പീരീഡിലേക്ക് usually without pay as form of a disciplinary action. ഈ അച്ചടക്ക നടപടികളോ എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പൊ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോ അവിടെ എന്തെങ്കിലും കുറ്റക്കേട് കാണിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സസ്പെൻഷൻ ലെറ്റർ അടിച്ചു തരും അല്ലെ. 6 മാസത്തേക്ക് സസ്പെൻഷൻ. വീട്ടിൽ പോയിരുന്നോ, വെറുതെ ഇരുന്നോ? ഇഷ്ടംപോലെ നമ്മൾ കേൾക്കണില്ലേ ന്യൂസിലും ഒക്കെ. ഹയർ ഓഫീസേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ ആണ്, ഇത്ര നാള് സസ്പെൻഡ് ചെയ്തു, അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ അതിപ്പോ എത്ര മാസത്തേക്കാണ്? ഇപ്പൊ 6 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോ അവർക്ക് കയറാൻ പറ്റും കേട്ടോ. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ എന്താണ്, പെർമനന്റ് ആയിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അവരെ വിടുക. ഇനി പിന്നെ ഒന്നുമില്ല, അവിടെ ഡിസ്മിസ് ചെയ്തു. ആ കമ്പനി പല കാരണങ്ങൾ കൊണ്ട്, നമുക്ക് പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടോ വൈലേഷൻ എന്തെങ്കിലും ഇതൊക്കെ മൂലം അവരെ വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സസ്പെൻഷൻ ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തോട്ടോ. terminated from work for a specific period of time. Employee is terminated from work for a specific period of time. ഒരു പ്രത്യേക പീരീഡിലേക്ക് എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, ലേ ഓഫ് ആണ് അടുത്തത്. ലേ ഓഫ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ ജോലി കുറവായി കമ്പനിയില്. ജോലി കുറവായത് കൊണ്ട് തൽക്കാലം അവരെ മാറ്റി നിർത്തുകയാണ്. ജോലിന്ന് മാറ്റി നിർത്തുന്നതിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ഓഫ് ആൻ എംപ്ലോയി ഫ്രം പേറോൾ owing to factors which cannot be controlled by the employer. എംപ്ലോയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കാര്യങ്ങൾ വന്നപ്പോ എന്ത് ചെയ്തു, എംപ്ലോയിനെ ആ പേറോൾ ശമ്പള പട്ടികയിൽ നിന്ന്, അതായത് ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ, സ്ഥിരമായിട്ടല്ല, ടെർമിനേറ്റ് ചെയ്യുന്ന തൽക്കാലം അവരെ മാറ്റി നിർത്താണ്. ഇപ്പൊ കൊറോണ ടൈമില് കച്ചവടം ഒക്കെ കുറഞ്ഞ് ഒന്നും ഇല്ലാതെ ഇപ്പൊ കുറെ പേര് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ, അല്ലേ? മാറ്റി നിർത്തിയില്ലേ? കുറെ പേരെയൊക്കെ മാറ്റി നിർത്തി. എന്നുവെച്ചാൽ അവിടെ ഇതൊന്നും നമുക്ക് വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള സമയത്ത് നിർത്തിയ. അപ്പൊ തൽക്കാലം മാറ്റി നിർത്തുക. അതായത് ആ ഒരു എംപ്ലോയറിന് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് പേറോളിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നതാണ്. അത് ചിലപ്പോ ഫിനാൻഷ്യൽ ആകാം. ഇപ്പൊ ഒരു 100 പേര് വർക്ക് ചെയ്യുന്ന കമ്പനി ആയിരുന്നു. അപ്പൊ കമ്പനിക്ക് ഇപ്പൊ വലിയ ഇതൊന്നും ഇല്ല. ഇപ്പൊ കമ്പനി കുറച്ച് ഡള്ളായിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ 100 പേർക്ക് ചിലപ്പോ സാലറി കൊടുക്കാൻ എംപ്ലോയറിന് ഫിനാൻഷ്യലി പറ്റുണ്ടാവില്ല, കഴിയണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, തൽക്കാലം ഈ വർക്കൊക്കെ ഒന്ന് ആവണ വരേക്കും കുറച്ചു പേരെ അവരെ മാറ്റി നിർത്തും. ഓക്കെ, ക്ലിയർ അല്ലേ പറയണത്? The purpose of the layoff is lessen to financial burden. അണ്ടർലൈൻ ചെയ്തിട്ടേ, എന്താണ് ഫിനാൻഷ്യൽ ബേർഡൻ? ആ എംപ്ലോയറിന് സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പറ്റോ, അവിടെ കമ്പനിക്ക് ഇതൊന്നും ഇല്ലാന്നേ. അപ്പൊ ഈ 100 പേർക്ക് സാലറി വെറുതെ കൊടുക്കാൻ പറ്റോ? ശരിക്കും അവിടെ ഒരു 20 പേർക്ക് ചെയ്യാനുള്ള വർക്കേ ഉള്ളൂ. കമ്പനി ഇച്ചിരി നഷ്ടത്തിലാ പോണേ. ആ സമയത്ത് എംപ്ലോയർ എന്ത് ചെയ്യും, ലേ ഓഫ് നടത്തും. അപ്പൊ കുറച്ച് ഇനി കമ്പനി ഒന്ന് ഉയർന്ന നല്ല രീതിയിലാകുമ്പോ അവരെ തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പൊ കമ്പനിക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. Of an organization when human resources cannot be utilized in a proper manner. അതായത് കമ്പനിക്ക് അവിടെ മാൻ പവറിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് ആ കമ്പനിക്ക് മേലുള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേ ഓഫ് നടത്തുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ indefinite termination of the employee from the payroll. എന്തുകൊണ്ടാ? ആ എംപ്ലോയറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. അതാണ് നമ്മൾ ആ ഫിനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ ചെയ്യുന്ന കാര്യമാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ എല്ലാരും? ഒരു സംശയമില്ല ആർക്കും അവിടെ, അല്ലെ? 4 എണ്ണം. റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ചെയ്യണത്. ഡിസ്ചാർജ്, ഡിസ്മിസ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യോ അല്ലെങ്കിൽ പെർഫോമൻസ് ശരിയല്ലാത്തത് കൊണ്ട് കമ്പനി അവിടെ നമ്മളെ പെർമനന്റ് ആയിട്ട് വിടുക. പെർമനന്റ് ആയിട്ട് വിടുകയാണ്. പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ജോലിയിൽ ഇരിക്കുമ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, കമ്പനി സസ്പെൻഡ് ചെയ്യും. 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, അങ്ങനെ തൽക്കാലമായിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ നഷ്ടത്തിലാകുമ്പോൾ എംപ്ലോയിനെ തൽക്കാലം മാറ്റി നിർത്തുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ?
ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി തന്നെ വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെയാണ്, സംശയമില്ല. ഹണിക്കുട്ടിക്ക് സംശയം ഉണ്ടെന്നാണോ? ഓക്കെ ആണെന്നാണോ? സബ്മിട്ടൊക്കെ ഓക്കെ ആണ് അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. ഇനി അടുത്ത സംഭവം നോക്കി. ശോശാമ്മ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശോശാമ്മ വേഗം ഓക്കെ ഇട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ഓക്കെ ആണ് അറിയാം. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ ഒരു റെസ്പോൺസ് കൂടി എനിക്ക് അറിയണ്ടേ, അതുകൊണ്ട്. അടുത്തതാണ് എംപ്ലോയി ട്രെയിനിങ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. അപ്പൊ ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു കേട്ടോ. പ്രമോഷൻ, ഡിമോഷൻ, ഇന്റർവ്യൂ ഇതൊക്കെ കഴിഞ്ഞ്, സെപ്പറേഷൻ കഴിഞ്ഞ് ഇനി അടുത്തതാണ് എംപ്ലോയി ട്രെയിനിങ്. ഇനി എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കും. മിക്ക കമ്പനിയില്ലേ, നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. പോളിംഗിലൊക്കെ ആണെങ്കിലും ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അവര് 2 ആഴ്ചത്തോളം ഒരു ട്രെയിനിങ് പറയുന്നുണ്ട്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യിച്ചു ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ജോലിക്ക് അവരെ ആക്കുന്നത്. മിക്ക ജോലിക്കും ഇല്ലേ ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ അല്ലേ? അല്ലാതെ നേരെ നമ്മൾ ചെല്ലുമ്പോ തന്നെ ജോലിയിലേക്ക് കയറ്റല്ല. ആ ജോലി എങ്ങനെയാണ് എന്താന്നൊക്കെ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. നമ്മളൊരു എന്താ പറയാ പെരുമാറ്റങ്ങള് അവിടെ എങ്ങനെ നമ്മളിപ്പോ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബിഹേവിയർ, അതിന്റെ ഒരു കൂട്ടം പഠിക്കുന്നതിനെയാണ് ലേണിംഗ് ആണ് അവിടെ നമ്മൾ പഠിക്കുക. ട്രെയിനിങ്ങില് എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്? ടീച്ചേഴ്സിന് ഉണ്ട് ട്രെയിനിങ് പീരീഡ് ഇല്ലേ? അപ്പൊ അവര് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും, പോർഷൻസ് കാര്യങ്ങള് പുതിയതൊക്കെ സബ്ജക്റ്റ് ഒക്കെ മാറി ഇതൊക്കെ വരുമ്പോൾ, സിലബസ് ഒക്കെ വരുമ്പോഴൊക്കെ അവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പീരീഡിൽ നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നൊക്കെയാണ് അവരെ പഠിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? Is a series of programmed behavior. It is the application of knowledge. ഇതെന്താണ്? അറിവിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. It makes people aware of the rules and procedure to manage their behavior. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോടെ. Dash is a process of learning a series of programmed behavior. Employee training. Employee training. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. അവിടുത്തെ റൂൾസ് എന്താണ്, പ്രൊസീജിയർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അവിടെ അതൊക്കെ മാനേജ് ചെയ്യാം. അവരുടെ ബിഹേവിയർ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക ചെയ്യുന്ന ട്രെയിനിങ്. ഓക്കെ, ബാക്കി നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ എന്തായാലും അത് തുടങ്ങിയാലും ആ പാരഗ്രാഫ് ഫുൾ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുമല്ല അടുത്ത ക്ലാസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോയി അടുത്ത ബാച്ച് കയറി വരുമ്പോഴത്തേക്കും അത് പിന്നെ അവർക്കും സമയം വൈകും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അത്രയും ക്ലിയർ ആണ്. എംപ്ലോയി ട്രെയിനിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഉണ്ടല്ലോ. അപ്പൊ നാളെ നമുക്ക് അതിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.